ഭാരതത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ കായികമേളയായ ഈശ ഗ്രാമോത്സവത്തിൽ കേരളത്തിൽ നിന്നുള്ള പങ്കാളിത്തത്തിൽ വൻ വർധനവ്. കഴിഞ്ഞ വർഷം 600ഓളം കളിക്കാർ പങ്കെടുത്ത സ്ഥാനത്ത് ഇത്തവണ 1000-ലധികം പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഗ്രാമീണ മേഖലകളിൽ കായിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ മേളയുടെ കേരളത്തിലെ ഡിവിഷണൽ റൗണ്ടുകൾ ഓഗസ്റ്റ് 15-ന് എറണാകുളം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് സ്കൂളിൽ വെച്ച് നടക്കും. ഡിവിഷണൽ റൗണ്ടിൽ വിജയിക്കുന്ന ടീമുകൾ കോയമ്പത്തൂരിലെ ആദിയോഗിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ദേശീയ ഗ്രാൻഡ് ഫിനാലെയിൽ കേരളത്തെ പ്രതിനിധീകരിക്കും. ആകെ 1 കോടി രൂപയിലധികം സമ്മാനത്തുകയാണ് വിജയികൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. പാരാലിമ്പിക് വിഭാഗത്തിനും പ്രത്യേകം സമ്മാനത്തുക ലഭിക്കും. പ്രൊഫഷണൽ താരങ്ങൾക്ക് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അനുവാദമില്ല. ഗ്രാമീണരായ കർഷകർ, ദിവസവേതനക്കാർ, വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി മാത്രമാണ് വേദി ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഗ്രാമോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു ഉത്സവമാക്കി മാറ്റിയ, ഗെയിംസിന് ഒരു ഉത്സവമാക്കി മാറ്റിയ ഗ്രാമങ്ങളിൽ. അപ്പോൾ സിറ്റീസിലല്ല, ഗ്രാമങ്ങളിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ബേസിക്കലി ഐഡിയ ഒരു സോഷ്യൽ ഹാർമണിയും വിമൻ എംപവർമെൻറ്റും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഈശ ഗ്രാമോത്സവത്തിന്റെ 18ാം പതിപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 10 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 40,000-ലധികം ഗ്രാമങ്ങളിൽ നിന്നായി 80,000-ഓളം മത്സരാർത്ഥികൾ ഇത്തവണ അണിനിരക്കുന്നുണ്ട്. ജനം, കൊച്ചി.